വിചാരിച്ചതിനെക്കാട്ടിയും പെട്ടെന്ന് തീർന്നല്ലേ? സമാധാനായി. ഇതിപ്പോ എന്റെ പേരിലാക്കിയ തൽക്കാലം ഇപ്പൊ ആരോടും പറയാൻ നിക്കണ്ട. എന്റെ പേരിലാക്കിയപ്പോഴുള്ള പൊല്ലാക്കപ്പേ അനക്ക് അറിയണ കാര്യല്ലേ. ഒരു വിധത്തിൽ ഇപ്പൊ എന്റെ പേരിലാക്കിയ എന്തായാലും നന്നായി. എനിക്കിപ്പോ അതല്ലടി, എളാപ്പങ്ങാൻ ഈ കാര്യം അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ വീട്ടിൽ ഒരു വരവുണ്ടാവും. അതാലോചിക്കുമ്പോഴാണ്. ഞാനായിട്ട് എന്തായാലും ആരോടും പറയില്ല. തൽക്കാലം ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ എന്റെ ഉപ്പാന്റെ അടുത്ത് കൊടുത്തോളാം. വീട്ടിൽ അത്ര സേഫ് അല്ല. അല്ല ചെയ്യുന്ന ഇജ്ജ് വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മളെ താഴത്തേലെ കുഞ്ഞിപ്പാക്ക ആയിക്കൂടി ഇങ്ങനെ നടക്കണ്ടായിരുന്നു. മൂപ്പരെങ്ങാനും വിവരം അറിഞ്ഞോന്നാവോ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. മുജീബാക്കാന്റെ വലിയ ചെങ്ങായ മൂപ്പര്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എന്തായാലും 6 മാസം വരെ ആരെ ചെവിയിൽ ഇത് എത്താതിരുന്നാ മതി. അത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. പിന്നെ എന്റെ ഷേന അന്നോട് ഞാൻ സ്നേഹത്തില് പറയാണ്, അന്റെ ഈ കുറുമ്പും വാശിയൊക്കെ ഉണ്ടല്ലോ ഒന്ന് കുറച്ചാണ്ടു. എന്നിട്ട് നല്ല രീതിയിൽ ആൾക്കാരോടൊക്കെ ഒന്ന് പെരുമാറിയാലേ അണക്ക് നന്നു. പിന്നെ എന്നോടൊരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നു. നമ്മളെ ബാപ്പല്ലേ കരീമാജിന്റെ വീട്ടിൽ പോയി 2 ദിവസം മുന്നേ. വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തായാലും അയാളെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മളോട് രണ്ടാളോടാണ് ചെല്ലാൻ പറഞ്ഞു മൂപ്പര്. അതിപ്പോ എന്താ, നമ്മള് നോക്കാത്ത കാര്യോ സ്ഥലത്തിന്റെ കാര്യം പറയുന്ന കാര്യം ഉപ്പ പോയിട്ടുണ്ടാവുക. എന്തായാലും ഇപ്പൊ ഇതിന്റെ പേരിലായത് നല്ല തീരുമാനമായില്ലേ? എന്തായാലും ആ ചോര അങ്ങോട്ട് തീർന്നിട്ടി. തീരുമാനമൊക്കെ നല്ല തീരുമാന. ഇനിയൊരു ചോറ ഉണ്ടാവണ്ട, നിന്നാ മതി. അല്ല മറ്റേ പുതിയ കച്ചവടം തുടങ്ങിയ പാട് നല്ല ഉഷാറല്ലേ? കച്ചവടല്ലേ? കച്ചവടമൊന്നും കുഴപ്പമില്ല, ഉഷാറായി പോകണ്ടേ. അല്ല ലോഹിക്കാരൻ പൈസ എന്ത് അല്ലെ എപ്പോഴും എന്റെ ഇപ്പൊ ഉണ്ടാവില്ലല്ലോ. ഓനെ കടിക്കുള്ള സാധനത്തിനെ ബാംഗ്ലൂർ പോയതാ. ഒരു 2-3 ദിവസം കൊണ്ട് വരും. സാധനം എടുക്കാൻ പോയതായിരിക്കും. എന്തായാലും നിങ്ങൾ ആ പീടിയ തുടങ്ങിയ സ്ഥലേ VIP-കളൊന്നും വല്ലാതെ ഇല്ലാത്ത സ്ഥലമാണ്. ഹിന്ദിക്കാരാണേക്കാരും അധികം. അപ്പൊ അതുകൊണ്ട് പറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നല്ലോണം കരുതി കൊടുക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒന്നും നിങ്ങൾ ഉപദേശിക്കുന്നല്ല, കാരണം നമ്മളെ അനുഭവം കൊണ്ട് പറയാം നമ്മള് കേട്ടോ. ഒന്നും കരുതും ചെയ്യരുതേ. അത് മതിയേ, പ്രദീപ് പറഞ്ഞ മാതിരി നീ ശ്രദ്ധിച്ചോണ്ടി കേട്ടോ. അതിന് കുഞ്ഞാക്ക അവിടെ ചെറുമട്ടത്തിലുള്ള കച്ചവടമുള്ളൂ. പിന്നെ കുറച്ചൊക്കെ ഇപ്പൊ കടം കൊടുക്കാക്കാൻ പറ്റില്ലോ. എന്റെ മാല എവിടെ പോയി? ഇവിടെയാണല്ലോ ഞാൻ വെച്ചത്. 2 പവന്റെ നെക്ലേസ് ആണല്ലോ. ഇവിടെ ഒന്നും നോക്കിട്ട് കാണാല്ല. ഇക്ക, ഇന്റെ നെക്ലേസ് കാണാനില്ല. എന്താ പറ്റി പറയണ്ട്? ഇക്ക, നിങ്ങൾ അന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് വാങ്ങി തന്നില്ല നെക്ലേസ്. അത് ഞാൻ ഈ അലമാരയിൽ വെച്ചിരുന്നു. ഇപ്പൊ ആണെങ്കിൽ തെരഞ്ഞിട്ട് കാണാനുമില്ല. ഞാൻ ഇത് നീ തെരയാത്ത സ്ഥലങ്ങളും ഇല്ല. ഏത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചെന്നതോ? അതവിടെ എവിടെയെങ്കിലും ഉണ്ടാവടേ. ഞാൻ ശരിക്കും നോക്കാത്തണം, ഒന്ന് ശരിക്കും നോക്കി നോക്ക്. അല്ലക്ക, ഞാൻ ഇത് അലമാര തന്നെയാണ് വെച്ചത്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് ആരെങ്കിലും അടിച്ചു മാറ്റിയതാണ്, അല്ലാതെ ഒന്നും അത് ഇവിടുന്ന് പോകില്ല. ഇജ് അലമാറന്റെ ചോട്ടിൽ നോക്കിയോ? അല്ലെങ്കിൽ എന്റെ ഡ്രസ്സ് തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ, അതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഇജ് നോക്കിയാലല്ലേ കിട്ടാത്തുള്ളൂ. ഞാൻ നോക്കിക്കോളാം, മാറി നിന്ന് അവിടുന്ന്. ഇജി പറഞ്ഞത് ശരിയാണല്ലടി, ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. അപ്പൊ അത് എനിക്കറിയാം ഇന്റെ നെക്ലേസ് ആരാ എടുത്തിട്ടുള്ളതെന്ന്. അന്ന് താത്ത വന്നപ്പോഴേ ഇന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോണത് ഞാൻ കണ്ടതാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് താത്ത തന്നെയാണ് ഇന്റെ നെക്ലേസ് എടുത്തിട്ടുള്ളത്. അല്ല ഷൈന, നീ അടുത്ത പ്രശ്നം ഉണ്ടാക്കുക. അങ്ങനെ ഇല്ലാത്ത ഓരോ കഥ മെനഞ്ഞുണ്ടാക്കിക്കോ. അന്റെ നെക്ലേസ് കിട്ടിയിട്ട് വേണോ താത്താക്ക് അത് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്റെ 2 പവന്റെ നെക്ലേസ് ആണ്, അത് ഓളഞ്ഞാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ തെളിയിക്കും. ഇവളിഞ്ഞ് എന്തിനുള്ള പുറപ്പെടാണ്? കൊള്ളാലങ്ങള്, ഞാൻ ഇല്ലാത്ത നേരത്ത് മകളെ വിളിച്ചു വരുത്തിയിട്ട് ഇന്റെ നെക്ലേസ് മോഷ്ടിച്ചു അല്ലേ രണ്ടാളും? എന്താ മോളേജ് പറയുന്നത്? മാലെടുക്ക്, പറച്ചോനം വന്നൊന്നും പറയല്ലേട്ട്. ഞാനും എന്റെ മോളും എന്റെ മാലെടുത്തിട്ടില്ല. നിങ്ങൾ നുണ പറയാന്നുള്ളത് എനിക്കറിയാം. മാലെടുത്തത് പെരക്കാരായതുകൊണ്ട് എനിക്ക് പോലീസിൽ പരാതിപ്പെടാൻ പറ്റില്ലല്ലോ. പുറത്തിറങ്ങിയ നാണക്കേടല്ലേ? ഇപ്പാ നിങ്ങൾ താത്താനൊന്ന് വിളിച്ചു നോക്കി. ഓളെങ്ങാനോ അറിയാണ്ട് ഷഹനാന്റെ നെക്ലേസ് എടുത്തിട്ടുണ്ടെങ്കിലേ അതങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞാളി. എന്തിനപ്പ ഇനി പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്? ഇല്ലടാ, ഇന്റെ കുട്ടി അങ്ങനെ ചെയ്യൂല. അന്നോളി ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇത് ഷഹനാനോടൊന്നും തെരഞ്ഞു നോക്കാൻ പറയും. എന്റെ കുട്ടി അങ്ങനെ ചെയ്യൂലടാ. ലത്തീഫ, സാഫി എവിടെടാ? തന്നെ ഞാൻ ഓളെ ഫോണിക്ക് കൊറേ വിളിച്ചു, ഓള് ഫോണിക്കില്ലടാ. എന്താ കേൾക്കണു? ഷെഫിയെ,
ഓള് കുട്ടികളെ സ്കൂൾക്കേ മീറ്റിങ്ങിന് പോയതാ. ആ ഫോണൊക്കെ സൈൻ്റെ കാരണേ. അത് ശരി. അല്ല നിങ്ങൾ വല്ലാണ്ട് കിടക്കണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉപ്പാക്ക് തീരെ വച്ചടാ, ഇവിടെ ആകെ പ്രശ്നത്തിലാടാ. സകന ഓളെ മാലേ സാഫി എടുത്തു നമ്മളുടെ ആകെ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. എന്റെ കൂട്ടിനോട് ഞാൻ എങ്ങനെയാണ് അത് പറയാ? എന്ത് സെഫി എടുത്തുക്കണോ? ഓക്കത്തിന് സൈനാന്റെ മാല? അല്ല ഓള് പറഞ്ഞിപ്പോ സെഫിയാന്റെ മേത്തേക്ക് വന്നോളേ. ഇതിപ്പോ അങ്ങനെ വിട്ടാ പറ്റില്ലപ്പാ. ഞമ്മക്കിതേ ഒരു തീരുമാനം ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. എങ്ങനെയാണ് ഇപ്പൊ ബേജാറാക്കുക? എന്റെ കുട്ടിയോളെ മാലെടുത്തോള് പറയുന്നത് എന്തൊക്കെ വേണ്ടാത്തവള് പറയുന്നത്. അത് അനസിന്റെയും കൂടി സമ്മതത്തോടു കൂടിയാണ്. ഇജി തന്നെ തീരുമാനം ഉണ്ടാക്കടാ, ഒരു സമാധാനമില്ല. ഉമ്മാന്റെ കുട്ടിയെ ആ പൈപ്പ് നന്നാക്കണ ഓനോട് വരാൻ പറഞ്ഞിനോ? അത് ഞാൻ പറഞ്ഞിരുന്നു മോനുവിനോട് പറഞ്ഞിരുന്നു. അത് വരും. നമ്മളെ ലത്തീഫല്ല വരുന്നത്. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. കയറിയിരിക്ക. ഇജോടുന്നോടാ വരുന്നു? വീട്ടിൽ നിന്നല്ലേ? എത്ര സഫിയാനും കുട്ടികളൊക്കെ വർത്താനം? ഓൾക്കൊക്കെ സുഖന ഉജാക്ക. സെഫിയാക്കൊണ്ടൊരു നാത്തൂനെ ഷെഫിന, ഓളെ കൊണ്ടൊരു സുഖൂല സെഫിയാക്ക്. കേറി മുറത്ത് കേറി കൊത്താൻ തുടങ്ങിയോളൂ. ഇജ് എന്താ കാര്യം ഒന്ന് തെളിച്ചു പറ ലത്തീഫെ. ഓള് കാക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? സെഫിയെ സൈനാന്റെ മാല എടുത്തു ഭയങ്കര പ്രശ്നം അവിടെ. ഓളിന്റെ ഉമ്മാക്കും കൂടി വിളിച്ചു പറയണ്. ഓളെ കേട്ടിട്ട് ഭയങ്കര കരച്ചിലാ അവിടെ. ഓളെടുക്കൂല. നിങ്ങൾക്ക് അറിയില്ല മുജിവാക്ക. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ പ്രശ്നം തീരുമാനമാക്കി തരും. പറഞ്ഞപ്പോ അവിടെ എത്തിയോ? ഇതുവരെ വല്യാക്കാന്റെ പേരിലായിരുന്നു, ഇപ്പൊ സെഫിയാന്റെ പേർക്കായോ? ഇനിയിപ്പോ നാളെ മുതൽ എന്റെ പേർക്കാകുമല്ലോ. ഞങ്ങളാണല്ലോ പുറത്തെ തടസ്സക്കാരില്ലേ? അമ്മ അറിഞ്ഞ മാതിരിക്കേ ഇപ്പോഴുള്ള തടസ്സങ്ങൾ പോലെ ഉണ്ടാവുള്ളൂ. വെള്ളം ഇതൊക്കെ അറിഞ്ഞേ എന്റെ ഉമ്മ പറയണ്ടേ ഓള് ഇല്ലോടത്തോളം കാലം അങ്ങോട്ട് പറഞ്ഞേക്കണ്ട. ഇതൊക്കെ കുടുംബക്കാരറിഞ്ഞ ആകെ മോശമല്ലേ മുജീവാക്ക. ഇതൊക്കെ ഓരോരോ കെട്ടുകഥകളെ മെനഞ്ഞുണ്ടാക്കേണ്ട അതാണ്, എല്ലാവർക്കും അറിയാലോ. ഇജൊരു കാര്യം ചെയ്യേ, നേരിട്ടടി ചെന്ന് ചോദിക്കുക അനസിനോടും സഹനോടും. അതേപോലെ നടക്കുള്ളൂ. അല്ലെങ്കിലും സെഫിയ പാവായി നിന്നിട്ടല്ലേ ഓളെ തലയെ കയറി കൊത്തുന്നത്? ഇജൊന്ന് പോയി ചോദിച്ചാക്കാ ലത്തീഫെ. സത്താറ, എന്നെ കണ്ട ഏതായാലും നന്നായി. എൻ്റെ വല്ലാക്ക് എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. മൂപ്പര സ്ഥിതി വളരെ ദയനീയാണ്. മൂപ്പര മരോളും മകനും മൂപ്പരട്ട് ഇടങ്ങാറാക്കുകയാണ്. ഇജെന്താ ഇതിലൊന്നും ഇടപെടാത്തത്? ഞാൻ എന്ത് തീരുമാനം എടുക്കാനാണ്? കാക്ക മകന്റെ പേരിൽ സ്വത്തും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ കേക്കോ? ഇനി അനുഭവിക്കട്ടെ, കാക്ക അനുഭവിക്കട്ടെ. സത്താറെ, ഒന്നുമില്ലെങ്കിൽ അയാൾ അഞ്ജനല്ലേ? അയാളോട് ലേശം മനുഷ്യപ്പറ്റ് കാണിക്കേ. എല്ലാരും ഇങ്ങനെ ചെയ്താൽ എന്താണ് ഇപ്പൊ അയാളുടെ സ്ഥിതി? എവിടെപ്പാ അൻസു സൈനൊക്കെ? ഓനെ വിളിച്ചാണി, ഓരോട് വർത്താനം പറയാൻ എനിക്ക്. ലത്തീഫേ, ഞാൻ ഒച്ചപ്പാണ്ടാക്കൊന്നും വേണ്ടടാ. ഒച്ചപ്പാണ്ടാക്കാപ്പാ ഒരു കാട്ടിപ്പേടി നിങ്ങൾക്ക് എന്താ അറിയില്ലേ? രണ്ടു റൂമിൽ ഇരിക്കണ്ടാവും. ഇങ്ങോട്ട് വരാൻ പറഞ്ഞോളോട്. ഷൈന, എന്താടി അവിടെ ഒരു ഒച്ചപ്പാട്? ആർക്കറിയിച്ച് വന്നു, ആരാ നോക്കട്ടെ. ആ അളിയാ, എന്തൊക്കെയാ വിശേഷങ്ങള്? വിശേഷങ്ങൾ കിടക്കട്ടെ. വിശേഷങ്ങളൊക്കെ ഞാൻ നോക്കാൻ മതി. അനസേ, അന്റെ പെണ്ണുങ്ങളെ മാല ഇന്റെ പെണ്ണുങ്ങൾ എടുത്തുന്ന പരാതി ഇറക്കണല്ലോ ഇവിടെ. അല്ല ഷൈന, ഇജി ഓടിക്കണേ കണ്ടോ? അന്റെ താവിലെ എല്ലില്ല വെച്ചിട്ട് എന്തോട് വിളിച്ച് പറയല? ഇന്റെ മാല താത്തന്നെ എടുത്തത്. ഇന്റെ റൂമിൽ നിന്ന് താത്ത പോണെന്ന് ഞാൻ കണ്ടതുമാണ്. പിന്നെ ഈ വീട്ടിക്ക് അമ്മായിയും താത്തയും മാത്രമേ കയറി വന്നിട്ടുള്ളൂ. താത്തന്നെ എടുത്തത് എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാ. അതന്നെ. ആ ഇതിപ്പോ ഞാൻ രണ്ടാളെയും കൂടെ കൂടാതെ അല്ലേ അളയാ? നിങ്ങൾക്ക് ഇപ്പൊ എന്താന്ന് ഐഡിയ എനിക്ക് മനസ്സിലായിക്കണ്. ബാപ്പാനെ നിങ്ങൾക്ക് നോക്കാനാവില്ല. എന്തായാലും ഞാൻ എന്റെ ഭാര്യനെ ഇങ്ങോട്ട് പറഞ്ഞേക്കണില്ല. ഈ ചിലത്തോളം കാലം ഓളിഞ്ചിന് വരുന്നില്ല. മനസ്സിലായെനിക്ക്? എന്തിനാണ് എന്റെ കുട്ടിന്റെ കച്ചടി കുട്ടിക്കാര് വെറുതെ പറഞ്ഞിട്ടാക്കിയത്? എന്റെ കുട്ടി അങ്ങനെ ചെയ്യോ? കേട്ടോട് നിൽക്കട്ടെ, അന്റെ കൂടെ പുറപ്പല്ലാണ് അവള്. ഓള് മാല പോയിന്ന് പറഞ്ഞ നേരാണിപ്പാ. ഞങ്ങളിവിടെ മൊത്തം നോക്കി, ആ മാല എവിടുന്ന് ഞങ്ങക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥേ അത് കളവ് പോയിന്നല്ലേ. ഷായന പറഞ്ഞേക്ക് താത്തി അമ്മായി അല്ലാണ്ടേ വേറെ ആരും ഈ വീട്ടിലേക്ക് വന്നിട്ടൊന്നുമില്ല.
എന്റെ പെങ്ങളെ പറ്റിയാണ് അടച്ചി പോരാതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണത്. ഉള്ള നേരം കൊണ്ടോളെ എന്നെ നോക്കിയിരി ഇവര് രണ്ടാളും കൂടി അതും ഇല്ലാതാക്കി. എന്നിട്ട് രണ്ടോട് പടച്ചും പൊറക്കൂലിടണ. സാരല്ലപ്പാ, ആരായാലും ശരി ഉപ്പ് തിന്നവനെ വെള്ളം കുടിക്കും. ഞാൻ പോവാണ്. ആ ഇപ്പാ ഞാനൊരു പണി ഒപ്പിച്ചിട്ടുണ്ട്. ഇന്റെ മാല കാണാനില്ലാന്നും പറഞ്ഞ് താത്താനെ കുറ്റുണ്ടാക്കി. ഇനി താത്താന്റെ ശല്യം എന്തായാലും ഉണ്ടാവില്ല. ലത്തീഫാക്ക വന്നിട്ട് അതിന് കുറെ ഒച്ചി വീടൊക്കെ ഉണ്ടാക്കി. ഇനി താത്താനെ അങ്ങോട്ട് വിടൂല എന്നൊക്കെയാണ് പറഞ്ഞത്. അതന്നെയാണ് ഇന്റെ ആവശ്യം. ആ എന്തായാലും ഇനി ഇപ്പൊ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം. രമേശേ, അത് തിങ്കളാഴ്ച നോക്കാം, നമുക്ക് തിങ്കളാഴ്ചയൊക്കെ റെഡിയാക്കാം. ആ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ. ഞാൻ എന്തായാലും എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഞാൻ ചെറിയൊരു തിരക്കിലാണ് ഇപ്പോൾ. ഓക്കെ ഓക്കെ രമേശ്, ഓക്കെ ഓക്കെ. നിങ്ങൾ അളിയൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. അതിനിപ്പോ എന്താ? അല്ല, ഞമ്മക്കൊരു കാര്യം ചെയ്താലോ? ഇങ്ങക്ക് സ്ഥലം മാറ്റം കിട്ടിയെന്ന് ഇപ്പാനോട് പറയും. എന്നിട്ട് ഇപ്പാൻ നിങ്ങൾ എവിടേക്കെങ്കിലും ആക്കി കൊടുക്കാന്ന് പറഞ്ഞാളി. ഷഹന എന്തായാലും ഓളെ വീട്ടിലേക്കാണ് പോണതെന്നും പറഞ്ഞാളി. എന്താ ഷഹനാജി പറയണേ? അത്രക്കൊക്കെ വേണോ? കുഞ്ഞിട്ടേ പണികളൊക്കെ കഴിഞ്ഞില്ലേ? ഈ ഒരു 3 തെങ്ങ് കൂടി ഉണ്ട് ബാക്കി. അത് നാളെ ചെയ്താൽ പോരാ ജീവാക്ക? ആ അതിപ്പോ ഏതായാലും ഇപ്പൊ ഇന്നത്തേല് തീരുമല്ലോ. നാളെ ഒന്ന് കണ്ടു ചെയ്താണ്ടി. പിന്നെ ഇത് പോകുമ്പോ നമ്മളെ കുഞ്ഞുട്ടിനോടെ നാളെ രാവിലെ ഒന്നിട്ട് വരാൻ പറയാം, ഇലക്ട്രിസനെ കേട്ടോ. അവിടെ വേക്കിൽ ആ പൈപ്പൊക്കെ പൊട്ടിയിരിക്കണം. ആയിക്കോട്ടെ. മുജിബ, ആ കാക്ക എന്നാ വരിക, നമുക്ക് അവിടെ ഇരിക്കാം. എന്തൊക്കെ കാക്ക വർത്താനോ? നിങ്ങൾ പെരീന്നാ വരിന്റെ? അതാണ് മുജീബ, ഞാൻ പെരേന്നാ വരുന്നത്. പെരയിൽ ആകെ പ്രശ്നത്തിലാണ്. ഷൈനോളെ മാല പോയി പറഞ്ഞ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. എന്റെ സാഫി എടുത്തു എന്നോള് പറയുന്നത്. അനുസു അതിന് കൂട്ടിക്കാണ്. ഇതറിഞ്ഞിട്ടേ ലത്തീഫ് അവിടെ വന്നേന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. ഇനി സാഫിയാനെ എന്നിട്ട് വിടൂലാൻ പറയുന്നത്. ആ അത് ഞാൻ അറിഞ്ഞു കാക്ക. ലത്തീഫ് ഇവിടെ വന്നിരുന്നു. എത്തപ്പ അതിന് പറയണു? വളർത്തു ദിവസം എന്നല്ല എന്താ പറയുന്നേ? അതല്ലടാ, ഓൻ രണ്ടാള് ഇനി എവിടെയും കൊണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഒരു ചർച്ച ചെയ്ത് ഞാൻ കേട്ടേ. എടാ മുജീബ, ഓലിനെ എവിടെയും കൊണ്ടാക്കണതിന് മുമ്പേ ഇജിന്നെ എവിടെയും കൊണ്ടാക്കടാ. എന്റെ കുട്ടികളിനെ എവിടെയും കൊണ്ടാക്കിയുള്ള പേര് ദോഷം ഉണ്ടാച്ചിട്ട്. എത്ര കാക്കാജി പറയണത്? ഈ വയസ്സുകാലത്ത് എന്റെ മക്കളെ എവിടെ കൊണ്ടാക്കുന്ന പറയണത്? എന്നെ എവിടെയും കൊണ്ടാക്കൂല. എന്റെ അവസ്ഥ കണ്ടിട്ടേ ഞങ്ങൾ ഓരും കൂടി അനക്ക് തന്നിക്കണത്. അത് ഓലിക്ക് സുഖിക്കാനല്ല. എന്താ പോലെ വിചാരം? അതല്ലടി, ഓല് രണ്ടോളും പറയണത് ഞാൻ നേരിട്ട് കേട്ടതാ. അതൊന്നും ഉണ്ടാവില്ല കാക്ക. നിങ്ങൾ അവിടുത്തൊന്നും വിഷമിക്കണ്ട. ഉമ്മ നിങ്ങൾ കാക്കാക്കേ എന്തെങ്കിലും എടുത്തു കൊടുക്കേ. വേണ്ടടാ, ഞാൻ പോകുമ്പോ പീടിയെന്ന് കുടിച്ചു. കാക്ക പോട്ടെ.